ജി സിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് പല പോർഷൻസും കവർ ചെയ്യുന്നത് നമ്മൾ ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പം അത് നമ്മുടെ കുട്ടികളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ അസറിൻ്റെ ഒരു അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 100% എന്നല്ല 200% സ്വാധീനിച്ചിട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നൊരു നോളേജ് ആയിരിക്കും ആ ഇൻഡസ്ട്രിയിലെ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ലൈവായിട്ട് ഓരോ എക്സാമ്പിൾസ് പറയും. എനിക്ക് ഏറ്റവും ഓർമ്മ വരാറ്, ഞാനൊക്കെ PG എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഗൈനക്കോളജി ക്ലാസ് എടുത്തൊരു സാറുണ്ട്, അശ്വന്ത് സാർ. അപ്പം സാറ് ക്ലാസ് എടുക്കുന്ന പറഞ്ഞാൽ മൊത്തം കഥകളാണ് ആ ക്ലാസ്സിൽ. പക്ഷേ ആ ഒരു കഥ കഴിയുമ്പോഴേക്കും ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, അത് ആ ഒരു നമുക്ക് ഹോസ്പിറ്റൽ ലൈവായിട്ട് നമ്മൾ പല കാര്യങ്ങളും കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതല്ലേ. അതൊന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് തന്നെ. എനിക്ക് അശ്വത് സാറിൻ്റെ ക്ലാസ് ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്കിപ്പോഴും ആളെ ക്ലാസ്സിൽ ഓരോ പോയിന്റ്സ് ഇങ്ങനെ ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്തോ ഇരിക്കുന്ന സമയത്തോ ചുമ്മാ കഥ കേട്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി നാളെ ഒരു ലൈവായിട്ടൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ സെനാരിയോ ഓർമ്മ വരാം കൃത്യമായിട്ട്. പലപ്പോഴും ക്ലാസ്സുകളിൽ അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്യാറുള്ളത്. അതായത് ഈ ഒരു നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കുട്ടികളോട് പറയും. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിന്ന് ഓരോ ഡയഗ്നോസിസ് അടക്കം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അടക്കം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് അടക്കം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്കൊരു മഗപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കേസ് എന്ന് നമ്മൾ പറയാറില്ലേ, ഒരു കേസ് ഇപ്പോൾ ഒരു CKD കേസ് പറയുമ്പോൾ തന്നെ അവർ അതിനകത്ത് പൾമണറി എഡീമ എന്താണ്, അല്ലെങ്കിൽ ഡയാലിസിസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും മൊത്തം ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഈ രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അത് ഓർത്തിരിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒരു എന്താ പറയുക, ബൈ ഹാർട്ട് പഠിച്ച് നമ്മൾ ആരെയും അങ്ങനെ ഭയങ്കര എഴുതി പഠിപ്പിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല. അൾട്ടിമേറ്റ്ലി ഒരു അപ്സ്കില്ലിംഗ്, നൈപുണ്യ വികസനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്താണെന്നുള്ള ഫാക്ട്സ് മനസ്സിലാക്കിയിരിക്കുക, അത് എവിടെയാണ് ഇംപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനുള്ളൊരു ടാലൻറ്റ്, സ്കിൽ 100% നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറഞ്ഞാൽ അത് ഡോക്ടേഴ്സിനോടൊപ്പം അവർ പഠിച്ച് വരുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പം എസ്പെഷ്യലി റഫീഖ് സാർ എടുക്കുന്ന കുറേ ക്ലാസ്സുകളുണ്ട്, ഇപ്പോൾ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ICUലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ബൈസ്റ്റാൻഡേഴ്സിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നൊക്കെയുള്ള ഭയങ്കര ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ടല്ലോ ICUസിലൊക്കെ. പെർട്ടിക്കുലർലി എമർജൻസിയിലുമൊക്കെ അഗ്രസീവ് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവാം, ഭയങ്കര ഡോമിനേറ്റിംഗ് ആൾക്കാരുണ്ടാവാം. അപ്പം കുറച്ചൊരു ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യൻ്റെ സൈക്കോളജി അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പെരുമാറി ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതെ, ഭാവിയിൽ ഇവർ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതൊക്കെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ട്, ഡോക്ടർ റഫീഖ് കൊടുക്കുന്ന ബേസിക് ലൈഫ് സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മളെ എല്ലാ സ്റ്റുഡൻസിനും എങ്ങനെ ഒരു അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ക്ലിനിക്കൽ സെഷൻസിനോടൊപ്പം തന്നെ എക്സ്റ്റെൻഡ് ആയിട്ട് ഒരുപാട് ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ്ലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇവർ നമ്മളോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ അഹമ്മദാബാദ് എയർ ക്രാഷ് ഉണ്ടായില്ലേ, പ്രത്യേകിച്ച് ആ ഫ്ലൈറ്റ് ക്രാഷ് ആയത് ഒരു ഹോസ്പിറ്റലിൻ്റെ മുകളിലും കൂടിയിട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മാസ് കാഷ്വാലിറ്റി വന്നാൽ നമ്മളിപ്പോൾ ഒരു കോഡ് വിളിക്കാറില്ലേ, കോഡ് ഓറഞ്ച് നമ്മൾ വിളിക്കും. അപ്പോൾ മാസ് കാഷ്വാലിറ്റി വന്ന സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു ക്ലിനിക്കൽ ഇൻസൈറ്റ്സ് കിട്ടുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും പ്രാക്ടിക്കലി ഇവർക്ക് ഭാവിയിൽ ഉണ്ടാവും. ഒരു ED കോർഡിനേറ്റർ ഒക്കെ ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് നല്ല ധാരണ വേണം. കാരണം ആ സമയത്ത് ഒരു 10-30 പേഷ്യൻ്റ്, ഇപ്പം നമ്മൾ ചെറിയൊരു ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വന്നാൽ ബാക്കി സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിലും ഡോക്ടേഴ്സിനെ മൊബിലൈസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഇവർക്ക് ഒരു ഐഡിയ വേണം. എന്നിരുന്നാലേ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്കൂൾ ബസ് ആക്സിഡൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലി ഈ ട്രയാജിങ്ങും അതുപോലെ തന്നെ ഈ എമർജൻസി സിറ്റുവേഷൻ കോഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈവൻ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ക്രാഷ് ഉണ്ടായ സമയത്ത് വരെ നമ്മളെല്ലാവരും പലപ്പോഴും ഇൻവോൾവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിൽ ആ പ്രാക്ടിക്കലി ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റിലുള്ള ആൾക്കാർക്ക് എത്രമാത്രം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ്
ഈ പറഞ്ഞ ട്രയേജിന്റെ കാര്യമാകുമ്പോൾ തന്നെ നമുക്കറിയാം ട്രയേജ് ചെയ്യുന്നതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ വൈറ്റൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് നേരിട്ട് എങ്ങനെ വൈറ്റൽസ് നോക്കുന്നു, എങ്ങനെ ഒരു മാനുവൽ ബ്ലഡ് പ്രഷർ എങ്ങനെ നോക്കുന്നു, സാച്ചുറേഷൻ എങ്ങനെ നോക്കുന്നു, ഹാർട്ട് റേറ്റ്, ഇതെല്ലാം അവരെ പഠിപ്പിച്ചുകൊണ്ട് അവർ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുകയും എങ്ങനെ ഒരു ഹെൽത്ത് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യണം, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശരിക്കും അത് ഭയങ്കര അപ്രീഷിയബിൾ ആണ്. കാരണം പ്രാക്ടിക്കലി നമ്മളൊക്കെ പലപ്പോഴും MBBS പഠിക്കുമ്പോൾ ഈ ഹെൽത്ത് ക്യാമ്പിന് പോകുമ്പോൾ കാണാറുള്ള കാര്യം ഇത് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല പ്രോപ്പർലി. അത് കുറച്ച് ആൾക്കാർ അവിടെ ഹോസ്പിറ്റലിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവും, കുറേ പേഷ്യൻസ് ഉണ്ടാവും. കാരണം ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ആയിരങ്ങൾ ഉള്ള പേഷ്യൻസ് ഉള്ള ക്യാമ്പുകളായിരിക്കും. പക്ഷെ അത് കറക്റ്റ്ലി കോർഡിനേറ്റ് ചെയ്ത് ഒന്ന് വൃത്തിക്ക് നടത്തി കഴിഞ്ഞാൽ അത് പേഷ്യൻസിന് ഭയങ്കര ഉപകാരപ്പെടും. ഒരു ഹോസ്പിറ്റൽ ആസ് എൻ ഓർഗനൈസേഷനും ഈ നമ്മൾ ഫംഗ്ഷൻസ് പറയാൻ പറഞ്ഞില്ല, എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൻ്റെ ചുമരുകൾക്ക് പുറത്തുള്ള ഹോസ്പിറ്റലിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതാണ് ഈ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ.